ഇപ്പോഴത്തെ കുട്ടികളെ ചീത്ത പറയാൻ പേടിയാണ്. ഇപ്പം പാരൻസ് നമ്മളോട് പറയും, മിസ്സേ എന്ത് വേണേലും ചെയ്തോട്ടോ, തല്ലിയോട്ടോ, അല്ലെ ചീത്ത പറഞ്ഞോളി, ചീത്ത തല്ലിയോ എന്ന് പറഞ്ഞാൽ അവർ മൊത്തമായിട്ട് തല്ലാനുള്ള പെർമിഷൻ അല്ല തരുന്നത്. സംഭവം അവർ എന്തേലും പഠിക്കുന്നില്ല, അപ്പം മിസ്സേ നിങ്ങൾ നാല് തല്ല് കൊടുക്കി എന്നിട്ടെങ്കിലും പഠിക്കട്ടെ എന്നൊക്കെ അവർ പറയും. പക്ഷേ അവർ നമ്മൾ തല്ലുന്ന സമയത്ത് അല്ലെ ചീത്ത പറയുന്ന സമയത്ത് ഇപ്പം വടി പൊതുവേ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മക്കളുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക. ആ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ചില തെറ്റ് അവരുടെ അടുത്ത് നമ്മൾ കാണും. ആ കാണുന്ന സമയത്ത് നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്നേഹത്തെ വിളിച്ചിട്ട് തന്നെ മോനെ അല്ലെങ്കിൽ മോളെ അത് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് അവർക്ക് പറ്റില്ല. അതെന്താ വെച്ചാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ടെൻഷൻ. അവർക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നില്ല. കാരണം അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു 99% കുട്ടികളും ഫോണിൻ്റെ ഉള്ളിലാണ്. അവരെ ലോകം എന്ന് പറഞ്ഞാൽ ഫോണാണ്. അപ്പോൾ അവരതിന്ന് കണ്ട റീൽസുകളിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏരിയയിൽ അവരെന്താണോ അവർ അപ്പോൾ ആ സമയത്ത് അവർക്ക് കിട്ടിയത് അതുമായിട്ട് അവർ സ്കൂളിൽ വരുന്നത്. പണ്ടത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറിയിട്ടും തോട്ടിൽ മീൻ പിടിച്ചിട്ടും ആ ഒരു സമയത്ത് അവർക്ക് നന്നായിട്ട് തല്ല് കിട്ടിയിട്ടുണ്ടാവും, ചീത്ത കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പം അടുത്ത വീട്ടുകാരോടൊക്കെ ചീത്തയേക്കും. ഈ കുട്ടിയൊക്കെ അതൊന്നുമില്ല. 1-2 കുട്ടികൾ അധിക വീട്ടിലുണ്ടാവുള്ളൂ. അവർക്ക് അതൊരു ഫോണ് അല്ലെങ്കിൽ ഒരു ടാബ്, ഒരു ലാപ്ടോപ്പ് എന്തോ ഒന്നുണ്ടാവും. അതുമായിട്ട് അവർ കുറച്ച് നേരം അത് കണ്ട് അത് കഴിഞ്ഞിട്ട് അവർ നേരെ രാവിലെ സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അവരുടെ അടുത്ത് കണ്ടാൽ നമുക്കവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അവരെ ശരിയാക്കാനോ നോക്കുന്ന സമയത്ത് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വീട്ടിൽ നിന്നും ഈ തിരുത്തൽ അല്ലെങ്കിൽ ചെറിയ തെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കുക, മോനെ അത് ശരിയല്ല, മോളെ അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിയാണ് സ്വാഭാവികമായിട്ടും സ്കൂളിലെത്തുന്ന സമയത്ത് ടീച്ചർ അത് പറയുമ്പോൾ കുട്ടി അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇത് തെറ്റായതുകൊണ്ടാണല്ലോ, വീട്ടിൽ നിന്നും ഇങ്ങനെ തന്നെയാണല്ലോ ഉമ്മ പറയുന്നത് അല്ലെ ഉപ്പ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മക്കളുടെ അടുത്ത് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സ് പറയുമ്പോൾ അവർക്ക് അതൊരു കുറ്റബോധം വരാണ്ടിരിക്കാൻ വീട്ടിൽ നിന്ന് മാക്സിമം അവരെടുത്ത് അരുത് എന്നുള്ളത് അരുതെന്നും അല്ലാത്തത് തെറ്റെന്താ ശരിയെന്താ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികൾക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.